അതിരപ്പള്ളിയിൽ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റ ആൾക്ക് കൃത്യമായ ആംബുലൻസ് സേവനം ലഭ്യമാകാത്തതിനെ തുടർന്ന് മരിച്ചെന്ന് പരാതി. ഗുരുതരമായി പരിക്കേറ്റ ചെത്തുതൊഴിലാളി ഷാജുവിനെ ആംബുലൻസ് കേടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നാണ് ആക്ഷേപം. പോലീസിന് ആംബുലൻസ് ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വിട്ടു നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. വിവരങ്ങളുമായി സൂരജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? എത്ര സമയമെടുത്തു ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ? കൂടിയാണ് ഈ കണ്ണങ്കുഴിക്ക് സമീപത്ത് വെച്ച് ഈ തെങ്ങിൽ നിന്ന് വീണ ഈ ചുമട്ടുതൊഴിലാളിയായിട്ടുള്ള ഷാജുവിനെ പരിക്കേറ്റ. സൂര്യൻ ഇടപെടുകയാണ്. ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിരപ്പള്ളിയിലാണ് തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റയാൾക്ക് കൃത്യമായി ആംബുലൻസ് സേവനം ലഭിച്ചില്ല എന്നൊരു പരാതി വരുന്നത്. പരിക്കേറ്റ ഷാജുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസ് കേടായിരുന്നു. പിന്നീട് അത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകി എന്നതാണ് പറഞ്ഞത്. സൂരജ്, തുടരാം. ഗൂഗിൾ ഇന്ന് രാവിലെ 8:30യോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കണ്ണങ്കുഴിക്ക് സമീപം ഈ തെങ്ങിൽ കയറിയതായിരുന്നു ചെത്തുതൊഴിലാളിയായിട്ടുള്ള ഷാജു. അങ്ങനെയാണ് തെങ്ങിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഈ ഫെൻസിംഗ് അടക്കം കെട്ടിയതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിന് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. വിവരം അറിഞ്ഞ നാട്ടുകാർ തന്നെ ഈ ജീപ്പിൽ ഷാജുവിനെ കയറ്റി ഈ വെറ്റിലപ്പാറയ്ക്ക് സമീപം എത്തിച്ചു. ആ സമയത്താണ് 108 ആംബുലൻസ് എത്തുന്നത്. പിന്നീട് ഷാജുവിനെ ഈ 108 ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ആംബുലൻസ് കേടാവുകയായിരുന്നു. 10 മിനിറ്റ് നേരം അവിടെ ഈ ആംബുലൻസ് കേടായി കിടന്നു. അതിനുശേഷം വീണ്ടും ഈ ചാലക്കുടിയിൽ ആശുപത്രിയിലേക്കുള്ള യാത്ര തുടർന്നു. അതിനിടയിൽ യാത്രാമധ്യേ വീണ്ടും ഈ ആംബുലൻസ് കേടായി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് ഈ പുറകിലുണ്ടായിരുന്ന മറ്റൊരു ജീപ്പിൽ കയറ്റി ഷാജുവിനെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ഈ ഷാജു മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ 108 ആംബുലൻസ് എന്ന് പറയുന്നത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ആംബുലൻസ് ആണ് ഈ മേഖലയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തെങ്ങിൽ നിന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി എന്ന ആക്ഷേപം വരുന്നു ഇപ്പോൾ.